പിന്നെ ഒരൊറ്റ കാര്യം അല്ല വേറെ പറയുകയാണെങ്കിൽ അല്ല എന്നോട് എന്താ കുഞ്ഞാലിക്കുട്ടി ഈ ആശയസമരം അത് യു.ഡി.എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായത് ഇടപെടുമെന്നും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഞാനേ BSന്റെ ഗവൺമെൻറ്റിൻ്റെ അകത്ത് വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയായിരുന്നു ഞാൻ. പറഞ്ഞ മനസ്സിലായില്ല. അതിനേക്കാളും മുമ്പേ 5 വർഷം 2001 മുതൽ 2006 വരെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് ഞാൻ CITയുടെ ജില്ലാ സെക്രട്ടറിയാണ് പാലക്കാട്. 300 വ്യവസായ സ്ഥാപനങ്ങളിൽ എഴുതിയെടുത്തോ 196 അടച്ചു കൂട്ടി. വൈദ്യുതി 75% കട്ടായിരുന്നു. 75% പവർ കട്ടായിരുന്നു. 75%. മലബാർ സിമെൻസ് 25% മാത്രമേ കറണ്ട് ഉണ്ടായിട്ടുള്ളൂ. ഒന്നാം VSന്റെ കാലഘട്ടത്തിൽ ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് പവർ കട്ട് 100% ഒഴിവാക്കി പവർ ഓൺ ഡിമാൻഡ് സ്റ്റാറ്റ്യൂട്ടറി വോൾട്ടേജ് ഉറപ്പുവരുത്തി സമ്പൂർണ്ണ വൈദ്യുതീകരണം ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായിട്ട് പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചത്. പുതുമൽപേട്ടയിൽ നിന്ന് മാടക്കത്തറയിലേക്കുള്ള 400 kV ലൈൻ നേരെ പുതുശ്ശേരിയിൽ വലിച്ച് പുതുശ്ശേരി മേഖലയിലെ വൈദ്യുതി പ്രശ്നം കൊണ്ട് അടച്ചു പൂട്ടിയ എല്ലാ സ്ഥാപനങ്ങളും തുറന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണ്, കുഞ്ഞാലിക്കുട്ടീൻ്റെ കാലഘട്ടത്തിലല്ല. അത് പൂട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇവർക്കിപ്പോൾ എന്ത് പറയുന്നതിനും പ്രശ്നമില്ലല്ലോ, വാരിക്കോരി കൊടുക്കും. അത് അങ്ങനെ തന്നെ കേരളത്തിൽ അങ്ങനെ തന്നെ എടുത്തിട്ട് കൊടുക്കുമെന്നും പറയാമല്ലോ, കാരണം അവർ അധികാരത്തിൽ വരാൻ പോകുന്നില്ലല്ലോ. ഇപ്പം ഉണ്ടായ പ്രശ്നം അതാ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർഭരണം വീണ്ടും വരാൻ പോകുന്നു. അത് കോൺഗ്രസ്സുകാർ തന്നെ പറയൽ തുടങ്ങി. നിങ്ങൾ പ്രകോപിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് വന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഗ്രഹണി പിടിച്ചിരിക്കുകയാണ്. ഇനി പല പിച്ചും പേയും പറയും, ഇഷ്ടം പോലെ ഞങ്ങൾ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കും, DA കൊടുക്കും. ഇത് പറയുന്നതിന് എന്താ പ്രശ്നമെന്ന് അങ്ങനെ ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞത് മാത്രമേ പറയുകയുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാം കൊടുക്കുമെന്ന് പറയാലോ, ഒരു പ്രശ്നമില്ലല്ലോ, യാതൊരു പ്രശ്നവുമില്ലല്ലോ. ഒരു ബാധ്യത അവർക്ക് വരാൻ പോകുന്നില്ലല്ലോ.